എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരെണ്ണം എടുത്ത് നോക്കാം. കണ്ടില്ലേ? ഇവിടെ ഒരു പൊട്ടറ്റോ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റണം. ഇനിയും അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റാണ് ഉണ്ടായിരുന്നത്, അത് എടുത്തിട്ടുള്ളൂ. അതിൻ്റെയും ഞാൻ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് നമ്മുടെ പൊട്ടറ്റോയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു വലിയ സവാളയാണ് എടുത്തിരുന്നത്. അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞ് ഒന്ന് കഴുകി വളരെ കനം കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇത് ഫുൾ അരിഞ്ഞു കഴിയുമ്പോൾ ഇതും കൂടി നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തു. ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവാണ്. ഇത് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നല്ലപോലെ തിരുമ്മി അത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ സവാള തന്നെ നല്ല വെള്ളമുള്ളതാണല്ലോ, നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് അമർത്തി തിരുമ്മി ഒന്ന് കുഴച്ചാൽ മതി. അപ്പോൾ നല്ലതുപോലെ അതിനകത്തുള്ള വെള്ളവും പുറത്തേക്ക് വന്ന് അത് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ കുഴച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ചെറിയ ഓരോ ക്വാണ്ടിറ്റി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ഓരോ ഉരുളകളാക്കണം. വേണമെങ്കിൽ ഉരുളകളാക്കി അങ്ങനെ ബോൾസ് പോലെ അങ്ങനെ ഇട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് നമ്മളുടെ ഓയിൽ നമ്മൾ കുക്കിങ്ങിന് എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. നല്ല പോലെ തിളച്ച് വരണം എണ്ണ. എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വെക്കണം. എന്നാലേ ഇത് ഉള്ളൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഉള്ളു നല്ലതുപോലെ വേവും വേണം. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം, ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ടേ ഇട്ട് കൊടുക്കാവൂ. ഞാനിവിടെ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തു. എനിക്കധികം ക്വാണ്ടിറ്റി ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 എണ്ണമാണ് കിട്ടിയത് ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട്. അപ്പോൾ നല്ലതുപോലെ കണ്ടോ തിരിച്ചു മറിച്ചു ഇട്ട് നല്ലൊരു മുരിഞ്ഞ് വരുന്ന ഒരു പാകത്തിൽ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ആദ്യം ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. അത് നല്ലതുപോലെ ഇപ്പം റെഡിയായി വരുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് റെഡിയായി വന്നു. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി 3 എണ്ണം കൂടിയേ ഉള്ളൂ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അടുത്ത ബാച്ചായിട്ട് അത് 3 കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് അത് നല്ലതുപോലെ ക്രിസ്പിയായി വന്നപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റും. ഞാൻ ഉണ്ടാക്കി കാണിച്ച ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.